ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ഒരുങ്ങിക്കെട്ടി ഇറങ്ങിക്കാണ്. എങ്ങോട്ടാന്നല്ലേ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കേടൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ എൻ്റെ ഈ ഒരു ചുരിദാർ എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഒരു വെറൈറ്റി കളറല്ലേ ഇത്, ഞാൻ അടുപ്പിച്ചതാട്ടോ ശരിക്ക്. അപ്പോൾ കണ്ടാൽ പറയും മെറ്റീരിയൽ എടുത്ത് അടുപ്പിച്ചതാണ്. പിന്നെ എൻ്റെ കൈക്കിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിൽ പോകുമ്പോൾ കുറച്ച് ലോഡ് സാധനം കൊണ്ടുപോകാണ്ടാവുമല്ലോ. നമ്മളിങ്ങനെ റോട്ടുമ്മ കൂടെ നടക്കുമ്പോഴാണ് ഈ ഒരു പൂവ് കണ്ടത്. ആ പൂവ് ഞാൻ ചെറുപ്പത്തിലൊക്കെ കുറേ വട്ടം കണ്ടതാണ്. പക്ഷേ ഇതുവരെ പേരെന്താണെന്നറിയില്ല. അതിൻ്റെ പേര് അറിഞ്ഞ ഒരു താഴെ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് നമ്മൾ സ്റ്റാൻഡിൽ ഇറങ്ങിയാൽ കുറച്ച് നടക്കുകയാണ്, വേറെ എങ്ങോട്ടും അല്ല. എനിക്ക് കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങാണ്ടായിരുന്നു. കാരണം എനിക്ക് കുറച്ച് ഓർഡർ കിട്ടീന് കേട്ടോ. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ സാധനം വാങ്ങാൻ ചോദിച്ചാൽ അങ്ങനെ കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു ഷോപ്പ് അടിപൊളിയാട്ടോ. D3 എന്നാണ് പേര്. നല്ല അടിപൊളി ഷോപ്പാണ്. അതേപോലെ റേറ്റും ഒരു മിനിമം റേറ്റ് ഉള്ളൂ കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നല്ല കളക്ഷൻസും ഉണ്ട്. അതേപോലെ സാധനങ്ങൾക്കാണെങ്കിൽ ഒരു മിനിമം ആവറേജ് റേറ്റൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇത് ഈ കടൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ, ഞാൻ എൻ്റെ പേഴ്സണലി ഉള്ളൊരു എക്സ്പീരിയൻസ് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടുന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കണ അന്നാട്ടോ ഞാൻ ആദ്യമായിട്ട് ആ ഷോപ്പിൽ പോണേ. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഞാൻ വേറൊരു ഷോപ്പിൽ നിന്നേനെ ആദ്യമൊക്കെ വാങ്ങിയത്. പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ് ഈ ഷോപ്പ്. അങ്ങനെ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി, ഫ്രെയിമൊക്കെ വാങ്ങിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ സാധനങ്ങളൊക്കെ ഒരു ഷോപ്പിൽ വെച്ചു. എന്നിട്ട് നേരെ കല്യാണത്തിന് പോകണം. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം, ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് കഴിഞ്ഞിട്ടോ കല്യാണം. എൻ്റെ കൂടെ 8 മുതൽ +2 പഠിച്ച വരെയുള്ള ഫ്രണ്ടിനെ ഞാൻ വന്നത് ജസ്റ്റ് മിസ് എന്ന് പറയാം. ഓളെ ഹസ്ബൻഡ് പോയി. പിന്നെ ഇതാ ഓള് പുറത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം ഉള്ളിലേക്ക് കയറിയിട്ടോ. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഓളമ്മാനെ കണ്ടു. ഇതാണ് ഓളമ്മ. ഓളമ്മക്ക് എന്നെ പെട്ടെന്ന് മനസ്സിലായിട്ടോ. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഇതാ നമ്മളെ ഗ്യാങ്ങും ഫുള്ള് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഓരോക്കെ ഫുഡ് കഴിച്ച് കഴിയാനായിന് കേട്ടോ ഞാൻ വന്നപ്പോഴത്തേനും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ബേബി കേട്ടോ. ആള് ഭയങ്കര ഉറക്കത്തിലാണ്. കുറേ നാളായിട്ട് അവരൊക്കെ കണ്ടിട്ട്. ഓരോരുത്തരൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണും എന്നല്ലാതെ എല്ലാവരും ഒരുമിച്ച് കുറേ നാളായിട്ട് കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡ് കഴിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഓഡിറ്റോറിയത്തിൻ്റെ മുകളിലുള്ള റൂമിൽ വന്നിട്ടോ. പിന്നെ എല്ലാവരും കൂടി അവിടെ നിന്ന് കുറേ നേരം സംസാരിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് ഇറങ്ങി വേറെ എന്തിനാ ഫോട്ടോസൊക്കെ എടുക്കാൻ. അപ്പോൾ ദാ വരുന്നു 2 ആൾക്കാർ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നിൽക്കുമ്പോൾ ദാ വരുന്നു ഞങ്ങളെ ക്ലാസ്സിലത്തെ സിംഗർ കേട്ടോ. നല്ല പാട്ടൊക്കെ പാടും. അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് വന്നു. ഇവരൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സ് തന്നെയാണ്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബേബി കേട്ടോ. ഓക്ക് ഇപ്പോൾ ഒരു ചെറിയ ബേബിയും കൂടി ഉണ്ട്. അപ്പോൾ ഓളെ ഞാൻ 2ാം പ്രാവശ്യമായിട്ട് കാണുന്നത്. ഈ കുട്ടിയായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ ആദ്യം കണ്ടത്. പിന്നെ ഇത് 2ാം പ്രാവശ്യം കേട്ടോ. സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനില്ല, നമ്മളെ കൂടെ പഠിച്ച ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ഇപ്പോൾ കുട്ടികളായി എന്ന് പറയുമ്പോൾ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ബ്രൈഡിനെ ഇങ്ങനെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രൈഡ്. ഇവളെ പേര് ഷിഫ എന്നാട്ടോ. അങ്ങനെ പിന്നെ ഇവളെ എൻ്റെ കൂടെ 8 മുതൽ +2 വരെ പഠിച്ചതാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ പോരാൻ വേണ്ടി വലിയ താല്പര്യമൊന്നുമില്ല. നല്ല ഇവിടുന്ന് വേഗം പോന്നി, കാരണം നല്ല മയക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുത്താണെങ്കിൽ ഒരു ലോഡ് ക്രാഫ്റ്റിൻ്റെ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നനഞ്ഞാൽ ആകെ സീനാണ്. അതുകൊണ്ട് തന്നെ വേറെ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ ഇത് ഞാൻ എൻ്റെ വീട്ടിലെത്തിയതിൻ്റെ ശേഷം ലാസ്റ്റുള്ള എൻഡിങ് സീന് പറയണേ. പക്ഷെ അതിൻ്റെ വോയിസ് സത്യം പറഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, വോയിസ് കിട്ടണില്ല. അപ്പം ഞാനിങ്ങനെ ബിളബിള അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ ഫ്രെയിം. പിന്നെ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് നാളെ കൊടുക്കാനുള്ള കേട്ടോ. അവർക്ക് ഹൗസ് വാമിങ്ങിൻ്റെ എന്തോ പരിപാടിക്ക് കൊടുക്കാനുള്ളത് ഉണ്ടായതുകൊണ്ട് ഇതൊരു A3 ഫ്രെയിം ആട്ടോ. അപ്പോൾ ഇത് എനിക്ക് നാളെ ഡെലിവറി ചെയ്യണം. സോ എനിക്ക് കിട്ടുന്ന മിക്ക ഓർഡേഴ്സും ഇന്ന് ഓർഡർ കിട്ടി നാളെ തിരിച്ച് കൊടുക്കേണ്ട അവസ്ഥയിലുള്ള ഓർഡർ ആട്ടോ എനിക്ക് അധികം കിട്ടൽ. പക്ഷെ അതാകുമ്പോൾ എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ഒരു ഇതാണ്. പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണെന്ന് തന്നെ പറയാം. കുറച്ച് ഓടിപ്പായണം എന്നുള്ളൂ, എന്നാലും ഞാൻ അടിപൊളിയായിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന ഇതിൽ മാക്സിമം ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെ ഫ്രെയിം അതേപോലെ തന്നെ എൻഗേജ്മെൻറ്റ് ഹാമ്പർ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം. എൻ്റെ കൂടെ ഡിഗ്രി പഠിക്കണ ഒരു ഫ്രണ്ടിന് ഉള്ള ഓർഡർ ആട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഓളിങ് കാണും ചെയ്യാം. അതൊക്കെ വിചാരിച്ചാട്ടോ ഞാൻ ഓർഡർ എടുത്തത്. ഓളിങ് കുറേ കാലമായിട്ടോ കണ്ടിട്ട്. പിന്നെ ഫ്രെയിമൊക്കെ വാങ്ങിയത് നമ്മൾ കസ്റ്റമറിൻ്റെ താല്പര്യം അനുസരിച്ചാട്ടോ. ഞാൻ സാധാരണ വൈറ്റ് ഫ്രെയിമിലാണ് അധികം ചെയ്ത് കൊടുക്കൽ. പക്ഷെ അവർക്ക് ബ്ലാക്ക് ഫ്രെയിം വേണമെന്ന് പറഞ്ഞുകൊണ്ടാട്ടോ ഞാൻ ബ്ലാക്കും വാങ്ങിയത്.
അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ കുറച്ച് പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടേനി, പോളറോയിഡ് ഫോട്ടോസൊക്കെ ഉണ്ടേനി. ഞാനൊരു നോർമൽ പോളറോയിഡ് കൊടുക്കുന്നത് ഒരു 5 റുപ്പീസിനും അതേപോലെ മിനി പോളറോയിഡ് ഫോട്ടോസ് കൊടുക്കുന്നത് 2 റുപ്പീസിനാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഫ്രെയിമിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ ഫ്രെയിം. നാളെ എനിക്ക് ഡെലിവറി ചെയ്യാനുള്ളത്. പിന്നെ രണ്ടാമത്തെ അതാണ്, അത് ചെയ്തിട്ടില്ല, അത് ചെയ്യാൻ പണികളൊക്കെ കഴിഞ്ഞ്. ഇപ്പോൾ അത് ഏകദേശം രാത്രി 8 മണിയായിട്ടോ. അപ്പോൾ ഞാനിവിടെ പാക്കിംഗ് ഒക്കെ ചെയ്തേച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.